നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയോട് കൂടിയിട്ടുള്ളൊരു നെയ്പത്രിന്റെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ അരി അരച്ചിട്ടും തരിയില്ലാത്ത പൊടി വെച്ചിട്ടൊക്കെ നെയ്പത്രി ഉണ്ടാക്കാറുണ്ട്. ഇത് അത്യാവശ്യം തരിയുള്ള പുട്ടുപൊടി വെച്ചിട്ടുള്ള നെയ്പത്രിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പുട്ടുപൊടിയാണ്. ഇത് പൊൻകതിറിന്റെ പുട്ടുപൊടിയാണ് കേട്ടോ. തരിയോട് കൂടിയിട്ടുള്ള ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് അടച്ചു മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ സാദാ ജീരകം, നല്ല ജീരകം ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കാം. പിന്നെ ഒരു 6-7 ചെറിയുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരച്ച് പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇതുപോലെ. ഇനി നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചിരുന്ന മാവൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ ചെറുതായിട്ടൊന്ന് ചൂട് തണുത്തിട്ടുണ്ട്. എന്നാലും ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണൊക്കെ നെയ്യ് മതിയാവേ, കൂടുതലൊന്നും ആവശ്യമില്ല. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. നമ്മൾ ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളമൊക്കെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് മാവ് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ ഒതുക്കി വെച്ചിരുന്ന തേങ്ങയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒതുക്കി വെച്ചിരിക്കുന്ന ഈ തേങ്ങയൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നാലും വെള്ളം കുറവുണ്ട്, അതുകൊണ്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓരോ പുട്ടുപൊടിക്ക് അനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം ലൂസായിട്ട് തന്നെ കുഴച്ചെടുത്തോ. പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മാവ് വീണ്ടും അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ 1 കപ്പ് പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.25 കപ്പ് തിളച്ച വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ പത്തിരി ചുട്ടെടുക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് വലിയൊരു ചെറുനാരകന്റെ വലുപ്പത്തിൽ ചെറിയ കഷ്ണം മാവ് എടുക്കുക. എന്നിട്ട് കൈയിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുക. കയ്യിൽ ഇച്ചിരി എണ്ണ തടവിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒട്ടും വിള്ളലില്ലാതെ തന്നെ കിട്ടും. ഇനി ഇത് പരത്താൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ ഉരുള വെച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് ആ ഷീറ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പ്ലേറ്റ് വെച്ചിട്ട് പതുക്കെ ഒന്നങ്ങ് അമർത്തി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു കനത്തിൽ പത്തിരി കിട്ടും. എല്ലാ മാവ് ഒരുമിച്ച് പരത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോന്ന് പരത്തി എണ്ണയിലേക്ക് ഇടുക. ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പത്തിരി അങ്ങ് പരത്തി എടുത്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് പരത്തി വെക്കുകയാണെങ്കിൽ മാവങ്ങ് ഡ്രൈ ആയി പോയിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഒരു 250 ml വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. പത്തിരി എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ കുഴച്ചിരിക്കുന്നത് പാകമാണെങ്കിലും പത്തിരി തനിയെ പൊങ്ങി വന്നോളും. നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അത് പൊങ്ങി വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നല്ലോണം അങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അഥവാ പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ തവിയും കൊണ്ടൊന്ന് പതുക്കി അങ്ങ് പത്തിരി ഒന്ന് എണ്ണയിലേക്ക് അങ്ങ് മുക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ കുറച്ച് എണ്ണയൊന്ന് കോരി കോരി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നല്ലോണം അങ്ങ് പൊങ്ങി വന്നോളും. പ്ലേറ്റ് വെച്ചിട്ട് തന്നെ അമർത്തണം എന്നൊന്നുമില്ല കേട്ടോ. കൈ വെച്ചിട്ട് അമർത്തുന്നതാണ് ഏറ്റവും ഈസി. കയ്യിൽ എണ്ണ തടവിയിട്ട് ബോളൊന്ന് നല്ലോണം ക്രാക്കില്ലാതെ സോഫ്റ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിലേക്ക് വെച്ചിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് പാകത്തിനുള്ള വലിപ്പത്തിൽ അങ്ങ് പരത്തിയെടുത്താൽ മതി. സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം വേണമെങ്കിൽ. അതുപോലെ നമ്മൾ പകുതിയൊക്കെ ചുട്ടു വരുമ്പോഴേക്കും മാവ് ഡ്രൈ ആയി തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ട് ഓരോന്നായിട്ട് അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ ഒരു കനത്തിലാണ് പരത്തിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ പത്തിരി സ്വന്തമായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാതെ നല്ലോണം അങ്ങ് പൊങ്ങി വരുള്ളൂ. പൊങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചങ്ങ് തീ കുറച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് ഇത്തിരി കട്ടിയുള്ളത് കൊണ്ട് തന്നെ വേവാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങ് ഗോൾഡൻ കളർ ആവുന്നവരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ചിലപ്പോൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് അങ്ങ് പൊട്ടിപ്പോകും. അതുകൊണ്ട് മാവ് ഡ്രൈ ആവുകയാണെങ്കിൽ മാത്രം അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് പരത്തിയിട്ട് അങ്ങ് ചുട്ടെടുത്താൽ മതി. ഇതിലേക്ക് ഒട്ടും എണ്ണ പിടിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പത്തിരിൻ്റെ റെസിപ്പിയാണ് ഇത്. വേണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള എല്ലാം ഉണ്ടാക്കിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിൽ ചെറിയ തരിയോട് കൂടിയിട്ടുള്ള നല്ലൊരു പത്തിരിയാണ് ഇത്. ഇത്രയും മാവ് വെച്ചിട്ട് നമുക്കൊരു 13 പത്തിരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇത് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ അതല്ലെങ്കിൽ ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം.
കൂടെ തന്നെ ചാനലൊന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.